ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ച് സൗന്ദര്യ സംരക്ഷണ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ചർമ്മത്തിനെ ആണെങ്കിലും ഹെയറിനെ ആണെങ്കിലും അത്യാവശ്യം കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും ഈ പ്രായത്തിലും നൗ ഐ ആം അറ്റ് 57. എൻ്റെ ചർമ്മത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല സ്കിന്നാണ്. കുറച്ചൊരു ഇതൊക്കെ വരും, അത് ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമൊക്കെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും മാറാൻ വഴിയില്ല, അങ്ങനെയുള്ള ബ്ലാക്ക്. പക്ഷേ സ്കിന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചുളിവുകളൊന്നും കൂടാതെ അത്യാവശ്യം ഭംഗിയായിട്ട് നന്നായിട്ട് കൊണ്ടു നടക്കാം. നമ്മൾ ജീവിക്കുന്ന കാലം നമ്മുടെ ശരീരം നന്നായി തന്നെ ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഏതൊരു വ്യക്തിക്കും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അത്യാവശ്യം ചെറിയ ചെറിയ ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയിനെയും നമ്മുടെ സ്കിന്നിനെയും ഒക്കെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുനടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങളുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. ഞാനതെൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് തന്നെ വളർത്തുന്നുണ്ട്. അലോവേര അത് വളർത്തുന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. ഒരുവിധം എൻ്റെ ഒരു കുറച്ച് പ്രായമൊക്കെ ആയ ഒരു അത്യാവശ്യം ഒരു 10-20 വയസ്സിന് ശേഷമൊക്കെ നന്നായിട്ട് ഹെയറിനെ കെയർ ചെയ്യാൻ വേണ്ടി ഓയിലുകൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നൊരു പതിവുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ അമ്മൂമ്മയാണ് അതൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അന്ന് ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് എനിക്ക് എണ്ണ കാച്ചി തന്നിരുന്നത്. പിന്നീട് ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോൾ കറ്റാർവാഴയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് കറ്റാർവാഴയുടെ യഥാർത്ഥ ഗുണം എനിക്ക് മനസ്സിലായത് കോവിഡ് കാലത്താണ്. കാരണം അന്ന് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ ജോലി തിരക്കിനിടയിൽ, അതായത് ഞാനൊരു 27-28 വയസ്സിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അന്ന് 26 വയസ്സിലിട്ടെന്ന് തോന്നും. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഇങ്ങനെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ കഴിക്കുക, ഓഫീസിലേക്ക് ഓടുക, അത് കഴിഞ്ഞ് വരിക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. 2 മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കലായിരുന്നു നമ്മുടെ ഒരു മെയിൻ പരിപാടി. അപ്പം അതിനിടയ്ക്ക് സൗന്ദര്യ സംരക്ഷണം അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ പ്രായം മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ മുടിയൊക്കെ ഒന്ന്